മാങ്കുളം ആനക്കുളം റോഡിൽ പേമരം വളവിൽ ഉണ്ടായ വാഹനാപകടത്തിൽ മരിച്ച 4 പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഉച്ചയോടെയാണ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മൃതദേഹങ്ങൾ വിട്ടു നൽകിയത്. പരിക്കേറ്റവർ അപകടനില തരണം ചെയ്തു. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം നടന്നത്. കൈക്കുഞ്ഞടക്കം തമിഴ്നാട് സ്വദേശികളായ 4 പേരായിരുന്നു ഇന്നലെ വൈകിട്ട് മാങ്കുളത്തുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചത്. 10ലധികം പേർക്ക് പരിക്ക് സംഭവിച്ചിരുന്നു. അപകടത്തിൽ മരിച്ച 4 പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പരിക്കേറ്റവർ അപകടനില തരണം ചെയ്തു. ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. തമിഴ്നാട് തിരുനെൽവേലിയിൽ പ്രവർത്തിക്കുന്ന പാത്ര നിർമ്മാണ യൂണിറ്റിൽ നിന്നും മൂന്നാർ സന്ദർശനത്തിനെത്തിയവരായിരുന്നു ഇന്നലെ അപകടത്തിൽപ്പെട്ടത്. ആനക്കുളത്തേക്ക് പോകുന്നതിനിടയിൽ ഇവർ സഞ്ചരിച്ചിരുന്ന ട്രാവലർ നിയന്ത്രണം നഷ്ടപ്പെട്ട് പാതയോരത്തെ കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. വാഹനത്തിൽ 15 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇറക്കമിറങ്ങി വരുന്നതിനിടെ നിയന്ത്രണം നഷ്ടമായ ട്രാവലർ പാതയോരത്ത് സ്ഥാപിച്ചിരുന്ന ക്രാഷ് ബാരിയർ തകർത്ത് 100 അടിയോളം വരുന്ന കൊക്കയിലേക്ക് പതിച്ചു. ഉടൻ ഇതുവഴി എത്തിയ വാഹനയാത്രികരും പ്രദേശവാസികളും ചേർന്ന് രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ട് വാഹനത്തിലുണ്ടായിരുന്നവരെ പുറത്തെത്തിച്ചു. സൗണ്ട് കേട്ടു. ഞങ്ങൾ പോകും. ഞാനും ചേട്ടനാണ് പോയത്. അപ്പം ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു ഗുരുതരാവസ്ഥ മനസ്സിലായി. ഇതുവരെ മുമ്പ് നടന്ന അപകടങ്ങൾക്കൊന്നും ഇതിൻ്റെ ഒരു ക്രൂഷ്യലായിട്ട് സിറ്റുവേഷൻ ഇല്ല. അപ്പം ഞാൻ ചാടി ഇറങ്ങി. ഇപ്പോൾ വേറെ ചേട്ടങ്ങൾ വന്നു. അപ്പം ഞങ്ങൾ അവിടുന്ന് 4 പേര് കല്ലിലുണ്ട്. അവരെല്ലാം രക്ഷപ്പെടുത്താൻ വേണ്ടി തുടങ്ങി. അപ്പോഴത്തേനും ആൾക്കാരെല്ലാം വന്നു. അപ്പം ഞങ്ങളെല്ലാം ഒപ്പം തന്നെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമം തുടങ്ങി. വിവിധ വാഹനങ്ങളിൽ എല്ലാവരെയും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും 4 പേരുടെ മരണം സംഭവിച്ചു. MLA-മാരായ അഡ്വക്കേറ്റ് എ രാജ, എം മണി, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി തുടങ്ങിയവർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.